ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഏജസ് വേൾഡ് ഫോർ എൻ്റർടൈൻമെൻറ്റ്. നമ്മൾ ഈസ്റ്ററിന് ഉണ്ടാക്കിയ വിഭവങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ? കുറച്ച് വൈകിപ്പോയി, വീഡിയോ കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ട് വീഡിയോ കുറച്ച് വൈകിപ്പോയി. ഇത് ബീഫാണ്. ബീഫ് വലിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് ബീഫ് എടുത്തിട്ട് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് വെച്ചിരിക്കണം. അപ്പോൾ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് നമ്മൾ നോർമൽ ബീഫ് വേവിച്ചെടുക്കണ പോലെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ സവാള, പച്ചമുളക്, ഇഞ്ചി ആ സംഭവങ്ങളൊന്നും വേവിക്കുമ്പോൾ ഇടേണ്ട കാര്യമില്ല കേട്ടോ, കാരണം അത് കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഇത് നല്ലോണം കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ വേവിക്കാനായിട്ട് വെക്കുകയാണ്. എനിക്ക് കട്ട്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ കുറച്ചെടുത്ത് കട്ട്ലേറ്റ് ഉണ്ടാക്കുകയാണ്. പിന്നെ ഇത് കറി വയ്ക്കാനായിട്ടുള്ള ബീഫാണ്. അത് ഫ്രീസറിൽ വെച്ചത് കട്ട വിടാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതാ ചിക്കൻ ഉണ്ട്, നമുക്ക് കേരയാണ് മീൻ കിട്ടിയിരിക്കുന്ന മീനുണ്ട്. അപ്പം നമ്മൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും ആയിട്ടാണ് കേട്ടോ നമ്മൾ വിഭവങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. ഇതാ ബീഫിനെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കറി വയ്ക്കാനായിട്ടുള്ളത്. പിന്നെ കേര തലേദിവസം തന്നെ വറ്റിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ മമ്മിയോട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. നമ്മുടെ കട്ട്ലേറ്റിലേക്ക് ആവശ്യമുള്ള സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഐറ്റംസൊക്കെ ഞാനിപ്പുറത്ത് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കുറച്ച് ചെറുതായി കട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായി ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ഞാൻ ചോപ്പറിലാണ് ചോപ്പ് ചെയ്തത് കേട്ടോ. മീൻ വറ്റിക്കാനുള്ള ഐറ്റംസ് മമ്മി ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതാണ് നമ്മുടെ മീൻ, അത് വെള്ളത്തിലിട്ട് വെച്ചതാണ്. പിന്നെ ചിക്കൻ അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട്. ഇത് ബാക്കിയുള്ള ബീഫിനെ ഞാൻ കറി വെക്കാനായിട്ട് എടുത്തതാണ്. അപ്പോൾ അതിലിടാൻ സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ബീഫിൽ ഇട്ടിട്ട് അതൊന്ന് വേവിച്ച് വെക്കുകയാണ്. തലേദിവസം വേവിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാമല്ലോ. പിന്നെ മീൻ വറുക്കാനായിട്ട് മുളക് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി വയ്ക്കാനായിട്ടുള്ള ബീഫിലേക്ക് നമ്മുടെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പിലേക്ക് ഇട്ടു. അതുപോലെ ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ നമ്മൾ മുളക് പൊടി ആണ് അടുത്തതായിട്ട് ഇടുന്നത്. ആവശ്യത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കാച്ചുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് മുളക് പൊടി ഇടണം. അപ്പോൾ അതിന് മുൻപ് കുറച്ച് മുളക് പൊടി ഇട്ടു. അതുപോലെ ഇനി നമുക്ക് മസാലപ്പൊടി കുറച്ചിടണം. എല്ലാം കുറേശ്ശെ മതി, കാരണം കാച്ചുമ്പോൾ നമ്മൾ ഈ ഐറ്റംസൊക്കെ ഇടുന്നതാണ്. അത് കഴിഞ്ഞ് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൈകൊണ്ട് എല്ലായിടത്തും എത്താനായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കുകയാണ്. എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ നമ്മുടെ വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇറച്ചി വേവുമ്പോൾ കാച്ചുന്നതിന് മുന്നേ വേണമെങ്കിൽ എടുത്ത് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ മമ്മി ഇവിടെ സൈഡിലിരുന്നിട്ട് മീൻ വറ്റിക്കാനായിട്ടുള്ള പരിപാടി ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ മൂപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ മസാലപ്പൊടികൾ ഇട്ടതിന് ശേഷം അതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വെള്ളം ഒഴിക്കുക. അതുപോലെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടപ്പുളി ഇടും. അത് കഴിഞ്ഞ് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണേ. നമുക്കറിയാം, വറ്റിച്ച് മീൻ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും കുറച്ചും കൂടി ടേസ്റ്റ് ആവും. അപ്പോൾ തലേദിവസം അത് കാരണം കൊണ്ട് നമ്മളത് വറ്റിച്ച് വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ നന്നായിട്ട് മീൻ അതിൽ കിടന്ന് വേവണം. അപ്പോൾ വെന്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മൂടി വെച്ച് ചെറുതായി തീയിലിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. ഇത് ചിക്കനാണ്. ചിക്കൻ ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞായറാഴ്ച ചിക്കൻ ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മുടെ ചിക്കൻ മസാല, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ആഡ് ചെയ്ത് വെക്കുന്നത്. അത് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിക്കനിൽ ഇതെല്ലാം നന്നായി പിടിക്കുകയും ചെയ്യും. അപ്പോൾ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മീൻകറി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്, നന്നായി വറ്റി വരണമല്ലോ. അപ്പോൾ മീൻകറി ഒരു സൈഡിൽ ഇങ്ങനെ ആവുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് ഉരുളക്കിഴങ്ങാണ്. കട്ട്ലേറ്റിലേക്കുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി വെച്ചതാണ്. പിന്നെ നമ്മളൊരു പാൻ വെച്ചിട്ട് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം മൂത്തതിന് ശേഷം ഞാനിവിടെ നേരത്തെ കട്ട്ലേറ്റിലേക്കുള്ള ഐറ്റംസ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്തിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പം ഓരോ പണികൾ ഇങ്ങനെ ഗ്യാപ്പിട്ട് ചെയ്തുകൊണ്ടിരുന്നാലും നമുക്ക് എല്ലാം കൂടി തീരുള്ളൂ. അപ്പോൾ അത് വഴറ്റിയെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്തു, ഈ ബീഫിനൊന്ന് പൊടിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ അത് ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തു. ഇത് വല്ലാതെ മിക്സിയിട്ട് കറക്കരുത്, നമ്മൾ ജസ്റ്റ് ഒന്ന് അടിക്കുക, നിർത്തുക, എന്നിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്കത് പൊടിഞ്ഞ് കിട്ടേണ്ടത്. അത് കഴിഞ്ഞ് നമ്മുടെ സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഞാൻ മൂപ്പിക്കായിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് വേപ്പിലയും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സംഭവങ്ങൾ നന്നായിട്ടൊന്ന് നന്നായി വഴന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാൻ മാറ്റി വെച്ച് അതേ പാനിൽ തന്നെ നമ്മൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ ബീഫിനൊന്ന് മുരിച്ചെടുക്കുകയാണ്. ബീഫിൽ ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് നന്നായി ഒന്ന് മുരിഞ്ഞ് കിട്ടും. അത് നമ്മൾ ചെറുതീയിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനും കരിയാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ പതുക്കെ നമ്മൾ ഇളക്കി കൊടുക്കുക. നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, നമ്മളുടെ മസാലപ്പൊടി ഇത്രയും ഐറ്റംസ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് അത് ആ സെൻറ്ററിലിട്ട് നന്നായി ഒന്ന് മൂപ്പിക്കുക. നന്നായി ഒന്ന് മൂക്കണം. മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ ബീഫും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കരിയാത്ത രീതിയിൽ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ നല്ലോണം ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഏകദേശം ഫ്രൈ ആയോ എന്നുള്ളതൊക്കെ നമുക്കത് കണ്ടാലോ അല്ലെങ്കിൽ ഒന്ന് പിടിച്ച് നോക്കിയാലൊക്കെ അറിയാൻ പറ്റും. കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഈ ബീഫിൽ ഇത്തിരി എരിവും അതുപോലെ ഉപ്പും എല്ലാം ഒരു ഇത്തിരി കൂടി നിൽക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉരുളക്കിഴങ്ങും കൂടി മിക്സ് ചെയ്യുമ്പോൾ ആ ഉപ്പും മുളകൊക്കെ പാകമാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇടേണ്ടത്. എന്നിട്ട് നമ്മുടെ ഈ മുരിഞ്ഞ്
വന്ന ബീഫിലേക്ക് നമ്മുടെ ഈ സവാള വാട്ടി വെച്ചതെല്ലാം കൂടി നമ്മളിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ ചൂടാറാനായിട്ട് വെക്കുകയാണ്. ചൂടാറി കഴിഞ്ഞാലാണ് നമുക്ക് ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്തോടെ വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചൂട് നല്ലോണം ആറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കൈ കൊണ്ടാണ് ഞാൻ നല്ലോണം ഇത് മിക്സ് ചെയ്തിട്ട് ഷേപ്പാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഷേപ്പാക്കാം. അതല്ല അച്ചുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അച്ചു വെച്ചിട്ട് ഷേപ്പാക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ്സ് ഒക്കെ ഷേപ്പാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കനിൽ നമ്മൾ മസാല പുരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ മീനും വറ്റിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തലേദിവസത്തെ പരിപാടികൾ ഇങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം കുർബാനയ്ക്കൊക്കെ പോയി വന്ന് ഞങ്ങൾ നോമ്പ് വീടി. മമ്മി തലേദിവസം വട്ടയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബ്രെഡ് വെച്ചാണ് നോമ്പ് വീടിയത്. എനിക്ക് പണ്ട് മുതൽ ബ്രെഡ് വെച്ച് നോമ്പ് വീടുന്നതാണ് ഇഷ്ടം. അപ്പോൾ ബ്രെഡും മമ്മി കറി കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. മമ്മി പാതിര കുർബാനയ്ക്ക് പോയേ, ഞാൻ രാവിലത്തെ കുർബാനയ്ക്ക് പോയത്. എനിക്ക് സുഖമില്ലായിരുന്നു. അപ്പോൾ ഞാൻ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ആ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്ത് തന്നെ നമ്മൾ ബീഫിൽ കായിട്ടാണ് വെച്ചത്. അപ്പോൾ ബീഫും കായും കൂടെ വേവിച്ച് വെച്ച് അത് കാച്ചാനുള്ള പരിപാടികൾ മമ്മി നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറ്റർഡേ നമ്മൾ മീനിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്നു. അപ്പോൾ അത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് മമ്മി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞു നമ്മുടെ കട്ട്ലേറ്റ് ആയി. നമ്മുടെ ബീഫ് കാച്ചി കഴിഞ്ഞു. കട്ട്ലേറ്റ് ഇത് അടുത്ത ട്രിപ്പും സെക്കൻഡ് ട്രിപ്പും കൂടി ഞാൻ ഇട്ടിട്ട് അതും കൂടി ഞാൻ എന്താ പറയുക മുരിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് കട്ട്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കട്ട്ലേറ്റ് ഒരു പരിപാടിക്ക് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട്. കട്ട്ലേറ്റ് ഇതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെന്നെ നോക്കിയിരുന്ന് ചിരിക്കുന്നുണ്ട്. കൊതി സഹിച്ച് പിടിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ, ഫിഷ് കറി, കട്ട്ലേറ്റ്, ബീഫ് കറി ഇത്ര റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കനാണ് ഫ്രൈ ചെയ്യാനുള്ളത്. അപ്പോൾ ചിക്കൻ അതാ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടിട്ടുണ്ട്. അപ്പം ചിക്കനും അതിൽ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് നമുക്കറിയാമല്ലോ. അപ്പം ചെറുതാക്കി ഇടണം. ഭയങ്കരമായിട്ട് എന്താ പറയുക മുരിഞ്ഞു പോകരുത്. പിന്നെ അത് ആ ചെറിയുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്, ചുവന്നുള്ളി. അപ്പോൾ അതാണ് ഈ ചിക്കൻ ഫ്രൈയിലേക്ക് ആഡ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ തലേദിവസത്തെ മീൻകറി നമ്മളൊന്ന് ചൂടാക്കി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും ഇട്ടിട്ടുണ്ട്, ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട്. ആ ഗ്യാപ്പിൽ ഞാൻ പോയിട്ട് സർലാസ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഞാൻ സവാള അരിഞ്ഞ് ഉപ്പൊക്കെ കൂട്ടി തിരുമ്മി വെച്ചിരുന്നു. അപ്പോൾ അതിലെ നീരൊക്കെ കളഞ്ഞ് സർലാസ് ഉണ്ടാക്കിയായിരുന്നു. ഞാൻ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പാനിൽ തന്നെ നമ്മുടെ ചെറിയുള്ളി എന്താ പറയുക വാട്ടാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയുള്ളിയിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം വാടി കിട്ടും. നമ്മുടെ ചിക്കനിൽ പാകത്തിന് ഉപ്പും മുളകും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ചെറിയുള്ളി വാടാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ റെസിപ്പിയൊന്നും അല്ല കേട്ടോ, ഞാൻ യൂട്യൂബിൽ വേറെ കണ്ടിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതിൽ ഇതാ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് മൂക്കാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞങ്ങൾ മുൻപൊക്കെ സവാളയും പച്ചമുളകൊക്കെ ഇട്ടിട്ടാണ് എന്താ പറയുക ഈ ഫ്രൈ ചെയ്ത ചിക്കനിൽ ചേർക്കാറ്. അപ്പോൾ ഇത്തവണ ഒന്ന് മാറ്റി പിടിച്ചു. അപ്പോൾ എനിക്കെന്തായാലും അത് ഇഷ്ടമായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈസ്റ്റർ വിഭവങ്ങൾ. നമ്മളുടെ ബീഫ് കറി, ചിക്കൻ ഫ്രൈ ചെയ്തത്, കാരമീൻ വെച്ചത്, വറുത്തത്, സർലാസ്, കട്ട്ലേറ്റ്, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈസ്റ്റർ വിഭവങ്ങൾ. വീഡിയോ ഒരുപാട് വൈകിപ്പോയെന്ന് എനിക്കറിയാം, കുറച്ച് തിരക്കുകളിലൊക്കെ പെട്ടുപോയതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.